സുഗമോദേവി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെയും ദേവികയെയും ഞെട്ടിച്ചുകൊണ്ടാണ് ദേവികയുടെ വിജയത്തിന് പിന്നാലെ തനിക്ക് സന്തോഷമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല ദേവികയ്ക്കത് കഴിക്കാനും കൊടുക്കുന്നു. പിന്നീട് ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും നീ എന്നും എൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞ് ദേവികയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നൊക്കെയുണ്ട്. എന്തായാലും ഈ സമയം നന്ദനും ദേവികയ്ക്കും പുതിയൊരു ജീവിതവും കൂടിയാണത്. അവളാണെങ്കിൽ പേടിച്ചിട്ടാണല്ലോ പ്രഭാവതിയെ നേരിടാനായിട്ട് പോയത്. പക്ഷെ ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ടാണ് പ്രഭാവതി ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ ദേവികയാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്, ഇനി അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനവും താൻ ജീവിതത്തിൽ എടുക്കില്ല എന്നും അമ്മ ഇനി നല്ലൊരു വീട്ടമ്മയായിട്ട് കഴിയാനായിരിക്കും തീരുമാനമെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, അരുന്ധതി മേഡവും അമ്മയും തമ്മിലുള്ള ശത്രുത അത് നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അമ്മയെയും കൂട്ടിയിട്ട് അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് ശരിയാക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവുമെന്നൊക്കെ പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, അമ്മയും അരുന്ധതി മേഡവും തമ്മിലുള്ള കാര്യങ്ങൾ അത് അവരായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇടപെടാമെന്ന്. അങ്ങനെ സന്തോഷകരമായി തന്നെ അവർ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ദേവികയുടെ സത്യപ്രതിജ്ഞ ദിവസം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ദേവികയാണെങ്കിൽ നേരെ ചെല്ലുന്നത് തൻ്റെ വീട്ടിലെ അച്ഛനെയും അമ്മയെയും കണ്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ അവിടെ എത്തുന്നുണ്ട്. ഈ സമയം മാധവനും രാധികയും നമ്മുടെ ശാരികയൊക്കെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് രാധിക ചോദിക്കുന്നുണ്ട്, മോളെ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവിക നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഇത് കേൾക്കുന്ന ശാരികയും രാധികയും മാധവനും ആകെ ഷോക്കാവുകയാണ്. രാധിക പറയുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപക്ഷെ വിജയത്തിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള കുടുംബജീവിതം അല്ലെങ്കിൽ അച്ഛനും അമ്മയും നിങ്ങളെല്ലാവരും കൂടിയുള്ള ആ ബന്ധം തകർന്നു പോകുമോ എന്ന് പേടിച്ചിരുന്നു. ഇപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിന്നെ കാണുമ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷം പ്രഭാവതിയുടെ അരികിൽ നിന്നുണ്ടായ ആ മാറ്റമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേവികയും പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞങ്ങളുടെയും സന്തോഷം, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അമ്മയുടെ പെരുമാറ്റം എന്നൊക്കെ. അങ്ങനെ അവിടെ നിന്ന് രാധികയുടെയും മാധവൻ്റെയും അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം അവർ നേരെ പോകുന്നുണ്ട്. പിന്നീട് വണ്ടിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദനും ദേവികയും കൂടിയിട്ട് ഓരോന്ന് സംസാരിക്കുന്നത്. അതിനിടയിൽ നന്ദനാണെങ്കിൽ റൊമാൻറ്റിക്കായിട്ട് ദേവികയുടെ കയ്യിൽ കയറി പിടിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം മുന്നിലൂടെ ഒരു വയസ്സായ സ്ത്രീയാണെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുകയാണ്. ആ കാഴ്ച നന്ദൻ കാണുന്നില്ല. അങ്ങനെ ദേവികയാണെങ്കിൽ അത് കാണുന്നുണ്ട്. നന്ദു അതാ എന്ന് പറയുമ്പോഴേക്കും തന്നെ ആ സ്ത്രീയെ നന്ദൻ ഇടിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആകെ ഷോക്കായി പോവുകയാണ് ദേവിക. കാരണം സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന MLA ആണല്ലോ. അത് ആ ദിവസം തന്നെ അങ്ങനെ സംഭവിക്കുന്നു. പിന്നീട് ഇതൊന്നും തന്നെ അറിയാതെ പ്രഭാവതിയാണെങ്കിൽ തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രജനി വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ അഭിനയം അത് കൊള്ളാൻ കേട്ടോ എന്ന്. നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മ ഇന്നലെ എന്തൊക്കെയായിരുന്നു, പായസം വെച്ച് കൊടുക്കുന്നു, ദേവിക ജയിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറയുന്നു. അമ്മയ്ക്കിത് എന്ത് പറ്റി? എന്നാലും അവളുടെ മുന്നിൽ അമ്മ ഇങ്ങനെയൊക്കെ അഭിനയിക്കാമോ? അമ്മ തോറ്റു കൊടുത്തതിന് തുല്യമല്ലേ എന്നൊക്കെ പറയുമ്പോൾ, രജനി, ഞാൻ നിന്നോട് ഇന്നലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഞാനൊരിക്കലും അഭിനയിച്ചതല്ല. ദേവിക നമ്മളാരും കരുതുന്നത് പോലെയൊന്നല്ല. അവളൊരിക്കലും എന്നെയോ നിന്നെയോ ആരെയും ദ്രോഹിക്കാൻ നിന്നിട്ടില്ല. ഇതൊക്കെ തന്നെ മറിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ പണിയാണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. അത് അറിയേണ്ട സമയത്ത് നീയൊക്കെ അറിയും. പിന്നെ എല്ലാവരെയും പോലെ നീയും ദേവികയെ സ്നേഹിക്കണം. അവൾ നിൻ്റെ അനിയത്തിയാണ്, ശത്രുവല്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എനിക്കൊരിക്കലും അവൾ വിജയിച്ചതിൽ യാതൊരു സങ്കടവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും ഞാൻ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിന് മുമ്പായിട്ട് ദേവിക വിജയിക്കണമെന്ന് തന്നെയല്ലേ ഞാനും ആഗ്രഹിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് രജനിക്കാണെങ്കിൽ അമ്മയുടെ മാറ്റത്തിൽ എന്തർത്ഥമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എന്തായാലും പ്രഭാവതിയാണെങ്കിൽ രജനിയെ വീണ്ടും വീണ്ടും പറഞ്ഞ് തിരുത്തുകയാണ്. മര്യാദയ്ക്ക് ദേവികയെ ശത്രുപക്ഷത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒരു അനിയത്തിയായിട്ട് സ്നേഹിക്കാനായിട്ട്. എന്തായാലും ഈ സമയം ഋഷിയാണെങ്കിൽ അരുന്ധതിയോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് സിദ്ധാർത്ഥൻ അരുന്ധതിയെ കൊല്ലുമെന്നും തല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയല്ലോ, അത് ഋഷിക്കൊട്ടും തന്നെ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവൻ പറയുന്നുണ്ട്, ആ പ്രഭാവതി അവരെ ഞാൻ എന്തായാലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ആ സിദ്ധാർത്ഥനെയും എൻ്റെ അമ്മയുടെ മുഖം നോക്കിയിട്ട് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ വകവരുത്തുമെന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, വെറുതെ നീ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാൻ നിൽക്കരുത്. ഇല്ലമ്മേ, ഞാൻ എന്തായാലും അയാൾക്കുള്ളത് കൊടുത്തിരിക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അങ്ങനെ സിദ്ധാർത്ഥനെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ കോള് വരുന്നത്. അതായത് സിദ്ധു പാർട്ടി ഓഫീസിലേക്ക് സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കിൽ. ഈ സമയം സിദ്ധുവിൻ്റെ ഫോണിലേക്ക് ആ കോള് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, നന്ദൻ ആ ഒരു വയസ്സായ സ്ത്രീയെ ഇടിച്ച് തെറിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ അറിയണം. എന്തായാലും ആ ദിവസം തന്നെ ഈ അങ്ങനൊരു പ്രശ്നമുണ്ടായതിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സിദ്ധുവിന്
ഒരു പുതിയ ശത്രുവിനെയും കൂടി കിട്ടിയിരിക്കുകയാണ് ഋഷി. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.